So hello guys, ഞാനാണ് ആദിത്യ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ചാനലിൽ കുറച്ച് നാളായല്ലേ സ്മാർട്ട് ഫോൺ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ആണ്. അതായത് നാപ്തോളിൻ്റെ ഏറ്റവും മികച്ച പ്രോഡക്റ്റായ ഐക്കോണിൻ്റെ K800 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും മുട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു ഇയർഫോൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്തോ ആണെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഊരി വെച്ചതിന് ശേഷം ഒരു 10 അടി മാറിയെന്ന് മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. സോ എന്തായാലും നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി നമ്മുടെ നാപ്തോളിൻ്റെ എക്സ്പേർട്സ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. സോ എന്തായാലും നമുക്ക് അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. ഇനി ഞാൻ വീഡിയോയിൽ എന്തെടുത്തിട്ട് കാണിക്കുമെന്നു. ഇപ്പോൾ നമുക്ക് ഈ മൊബൈലിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 5.5 ഇഞ്ചിൽ നമുക്ക് ഡിസ്പ്ലേ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ബിഗ് സ്ക്രീൻ ആണ് 13.9 സെന്റിമീറ്റർ, അതായത് 5.5 ഇഞ്ചസിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്സ് പറയുന്നത് പ്രകാരം 5.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. ഇവരതിനെ വിളിക്കുന്നത് ബിഗ് സ്ക്രീൻ ഫോൺ എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 7 ഇഞ്ചസിൻ്റെ ബിഗ് ഡിസ്പ്ലേ വരുന്ന സ്മാർട്ട് ഫോൺസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നമ്മുടെ ടെക്നോളജിയുടെ സർവ്വവിജ്ഞാന കോശങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നിങ്ങളോടൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ചും പഞ്ച് ഹോൾ കട്ടൗട്ടൊക്കെ വരുന്ന ഡിസ്പ്ലേ ആണ്. സോ നിങ്ങളിൽ എത്ര പേര് ഇതേപോലെ മുകളിലും താഴെയായിട്ട് വലിയ ബെസൽസ് വരുന്ന മുറുക്കാൻ പെട്ടി പോലത്തെ സ്മാർട്ട് ഫോൺസ് വാങ്ങും? ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്യാമറ സെക്ഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ നമ്മുടെ എക്സ്പേർട്സ് എന്തൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാത്രമല്ല, ഇവിടെ നമുക്ക് വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ്. ഒരുപാട് ഓർഡേഴ്സ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് നോർമലി ഒരു വീഡിയോ കോളും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി, അതുമാത്രമല്ല നമുക്ക് സ്ക്രീനും വലുതായിരിക്കണം. എന്താ ക്യാമറ ക്വാളിറ്റി! 10,000-ങ്ങളും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസും ക്യാമറ സ്മാർട്ട് ഫോൺസും DSLR ക്യാമറയൊക്കെ വാങ്ങിയവന്മാർ മണ്ടന്മാർ. വെറും 5,000 രൂപ പോലെ ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അടിപൊളി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കുമല്ലോ. വെറുതെ കാശ് കൊണ്ട് തൊലച്ച്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ക്യാമറയുടെ ലൈവായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ കൂടിയൊന്ന് കണ്ടിട്ട് വരാം. എന്താ ക്യാമറ ക്വാളിറ്റി! ചേട്ടൻ്റെ സെൽഫി വീഡിയോ കാണാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പ്ലേ ചെയ്ത പോലെ ഉണ്ട്. മൊത്തം പൊരിച്ചിലടിച്ചിരിക്കുകയാണല്ലോ. എന്തായാലും എനിക്ക് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി. അതായത് നേരത്തെ കാണിച്ച പ്രിവ്യൂ വീഡിയോ എന്ന് പറയുന്നത് ഒരു DSLR ക്യാമറയിലോ മറ്റോ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് നൈസിന് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോണിൽ പ്ലേ ചെയ്തതാണെന്ന് ഒരു കാരണവശാലും പറയത്തേ ഇല്ല. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഹാങ് ആവുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല പ്രോസസ്സറാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വന്നേക്കുന്നത്. ഇത് മാത്രമല്ലാണ്ട് നിങ്ങൾ എത്ര ഗെയിം കളിച്ചാലും ശരി, പാട്ട് ഡൗൺലോഡ് ചെയ്താലും ശരി, മൂവീസ് കണ്ടാലും ശരി, നിങ്ങൾക്ക് ഇതിൽ ഹാങ് ആവുന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. എത്രമാത്രം നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്സ് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് എത്ര ആപ്പ് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതും എത്ര ഗെയിംസ് വേണമെങ്കിലും കളിക്കാവുന്നതുമാണ്. ഹാങ്ങോ സ്റ്റക്കോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു പ്രോസസ്സർ തന്നെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരിക്കുക. സോ ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് 1.3 GHz ഒരു പ്രോസസ്സറാണ് വരുന്നതെന്നാണ്. അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും പറയുന്നില്ല. മീഡിയടെക് ആണോ ക്വാൾകോം ആണോ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്തപ്പോൾ ഇതേ പ്രോസസ്സർ വരുന്ന മറ്റൊരു ഡിവൈസും കൂടി എനിക്ക് കാണാൻ സാധിച്ചു. അതാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് എത്രത്തോളം മികച്ചതാണെന്ന്. അപ്പോൾ നമുക്കൊരു പ്രോസസ്സർ വെച്ച് മാത്രം നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗെയിം പ്ലേ നടത്തണം. അപ്പോൾ 2 രീതിയിലുള്ള ഗെയിം പ്ലേ ഞാനാണെങ്കിൽ ഇവരുടെ വീഡിയോസിൽ കണ്ടിരുന്നു. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ PUBG ഗെയിം പ്ലേ ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ലോ ഗ്രാഫിക്സ് ഗെയിമാണ്, ഒരു കാർ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ആണ് കാണിച്ചത്. സോ നമുക്ക് ആദ്യം തന്നെ PUBG ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് നോക്കാം. മാത്രമല്ല, ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഇപ്പോൾ റേസിംഗ് ഗെയിം ആയിക്കോട്ടെ, ആക്ഷൻ ഗെയിംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നല്ല രീതിയിൽ. സോ നമ്മുടെ PUBG ഗെയിം വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ഗെയിം കളിക്കുന്ന പുള്ളിക്കാരൻ ക്ലിക്ക് ചെയ്യുന്നത് ഒരു ഓപ്ഷനിലും പക്ഷേ ക്ലിക്ക് ആവുന്നത് മറ്റൊരു ഓപ്ഷനിലുമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഗെയിമിൻ്റെ വീഡിയോ ആ ഒരു ഫോണിൽ പ്ലേ ചെയ്യുകയാണെന്ന്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ള ഏതെങ്കിലും ഒരു പുതിയ ഫ്യൂച്ചർ ആയിരിക്കുമെന്നാണ്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ടച്ച് ആവുന്ന ഫ്യൂച്ചർ. എന്തായാലും വളരെ മികച്ചൊരു ഫ്യൂച്ചർ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ PUBG ഗെയിം പ്ലേയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കിതിലൊരു ലോ ഗ്രാഫിക്സ് ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കാർ ഗെയിമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഗെയിം പ്ലേ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മാത്രമല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഇപ്പോൾ റേസിംഗ് ഗെയിം ആയിക്കോട്ടെ, ആക്ഷൻ ഗെയിംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോ ഗ്രാഫിക്സ് ഗെയിം വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ഫോണിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയായിട്ട് കാണാൻ സാധിക്കും ആ ഗെയിം കളിക്കുന്ന വ്യക്തി ആ ഒരു ആരോസിലൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു കാറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നോളജി ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ആ വ്യക്തി ക്ലിക്ക് ചെയ്യുന്നത് ബ്രേക്കിലാണ്, പക്ഷേ ആക്സിലറേറ്ററാണ് ടച്ച് ആവുന്നത്. സോ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ക്ലിക്ക് ആവുന്ന ഓപ്ഷൻ ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു ഫോൺ ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങുന്നവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ എന്തായാലും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ റിവ്യൂ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എനിക്കെന്തായാലും മതിയായി. സത്യം പറയുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നവർക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളത് അത്ര എളുപ്പം പിടിച്ചൊരു പരിപാടിയൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നവർ പോലും ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അത് മാത്രമല്ല ഇവരുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയാമെന്നുള്ളവർ ഒരിക്കലും ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോഴും പല ആൾക്കാർ ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ആഡ്സ് കണ്ടിട്ട് കൺവിൻസ്ഡ് ആയതിനു ശേഷം ഇവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പൊക്കി പറയാം. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് മികച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ മുകളിലേക്ക് പ്രോഡക്റ്റ് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നും റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദിജീസ് പ്ല സൈനിങ് ഓഫ്.